ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ സാന്ത്വന സീരിയലിലെ ഇനി വരാൻ പോകുന്ന ഭാഗത്തിലേക്ക് തന്നെ സ്വാഗതം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ ഇനി വരുന്ന ആഴ്ചയിൽ നമ്മളെല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന ആ തമിഴ് പണ്ഡിൻ സ്റ്റോർ 2 ആ ട്വിസ്റ്റ് നടക്കാൻ പോകുന്ന ഭാഗമാണ്. അത് ഓൾറെഡി ഞാൻ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നുകൂടെ പറയുകയാണ്. കഴിഞ്ഞ ആഴ്ച ഇട്ടിട്ടുണ്ടായിരുന്ന അലോകിന് ഒരു കാമുകി ഉണ്ടെന്ന് കണ്ടുപിടിച്ചിട്ടുള്ള കാര്യം അതാണ് നമുക്ക് ഇനി വരുന്ന ആഴ്ചയിൽ കാണാൻ വേണ്ടി പോകുന്നത്. അത് വേറൊന്നുമല്ല, നമ്മുടെ മീനാക്ഷിയുടെ ഒരാവശ്യത്തിന് വേണ്ടിയാണ് ആര്യനും മീനുവിനെയും കൂട്ടിക്കൊണ്ട് മീനുവിൻ്റെ ഓഫീസിൽ വരെ പോവുകയാണ്. അപ്പോൾ അവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ കേട്ടോ. ശരിക്കും തമിഴിൽ അവർ ഓട്ടോറിക്ഷയിലാണ് പോകുന്നത്, പക്ഷേ മലയാളത്തിൽ ഇതിൽ നമ്മുടെ മീനാക്ഷിയെയും കൂട്ടിക്കൊണ്ട് ആര്യം ബൈക്കിലാണ് പോകുന്നത്. അങ്ങനെ പോകുന്ന സമയത്ത് പെട്ടെന്നൊരു സ്ഥലം എത്തുമ്പോഴേക്കും അവരെ ആലോകിനെ കാണും കേട്ടോ. അലോകും ഒരു പയ്യനും ഒരു പെണ്ണും കൂടി ഉണ്ട്. അവർ 3 പേരും കൂടി ഭയങ്കര സംസാരവും ചിരിയും കളിയും ഒക്കെ ഭയങ്കരമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഇങ്ങനെ ഇങ്ങനെ വണ്ടി നിർത്തുന്നുണ്ട്. എടുത്തി അത് നോക്കിക്കുക, അലോകല്ലേ? ശരി, അലോക് തന്നെയാലോ. ഇവന് കൂട്ടുകാരൊക്കെ ഉണ്ടോ എന്ന് മീനു ഇങ്ങനെ പറയാട്ടോ. പെട്ടെന്ന് അലോക് പറയാം, ഇവരും കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ. പുറകെ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും അലോക് വേഗം തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും ഇവരെ കാണോട്ടോ. അവന് മനസ്സിലായി ഇവർ രണ്ടുപേരും അലോകിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അലോക് വേഗം തന്നെ തൻ്റെ കൂട്ടുകാരിയായിട്ടുള്ള 2 പേരുണ്ടല്ലോ, പറയുന്നുണ്ടല്ലോ, അതെ, ആ പുറകെ നിൽക്കുന്നവരുണ്ടല്ലോ എൻ്റെ ജന്മശത്രുക്കളാണ്. എനിക്ക് അവരെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. ഞാനിപ്പോൾ നിങ്ങൾ നിങ്ങൾ ആരാണെന്ന് അറിയാൻ അവർ നോക്കിക്കൊണ്ടിരിക്കണയാ. എടി, നീ എനിക്കൊരു ഉപകാരം ചെയ്യാവോ? എന്താടാ? അതെ, അവരുടെ മുമ്പിൽ നീ ഒരു ലവറായിട്ടൊന്ന് അഭിനയിക്കാവോ? ലവറായിട്ടോ അഭിനയിക്കാനോ? പോടാ, ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് നിന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ നീ എന്താ പറഞ്ഞത്? ജോലി ആവട്ടെ, ഞാൻ നിന്നെ വിവാഹം കഴിക്കാമെന്ന്. എന്നിട്ട് നീയോ എന്നെ വിവാഹം കഴിച്ചില്ലല്ലോ. നിൻ്റെ അമ്മാവൻ്റെ മോളെ നീ വിവാഹം കഴിച്ചില്ലേ? എടി, അതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. അതൊക്കെ ഞാൻ നിന്നോട് പിന്നീട് പറയാം. അമ്മാവൻ്റെ മോളെ എന്ന് പറഞ്ഞില്ലേ? അത് അതിൻ്റെ ചേട്ടനാണ് ആ നിൽക്കുന്ന ആര്യൻ. അതിൻ്റെ ചേട്ടൻ്റെ ഭാര്യയാണ് ആ നിൽക്കുന്ന മീനാക്ഷി. അവൻ അടുത്തായിട്ട് എവിടെയോ പോയിട്ട് വരുവാണ്. എടി, അവരുടെ മുമ്പിൽ എനിക്ക് ഒന്ന് ഷൈൻ ചെയ്യാൻ പ്ലീസ്, എൻ്റെ അടുത്ത് ഒന്ന് ലവറിനെ പോലെ ഒന്ന് അടുത്തിടപഴകണം മാത്രം മതി. എടി, എടാ, അത് വേണോ? കല്യാണം കഴിഞ്ഞാൽ നീ സെറ്റായി. എടാ, എൻ്റെ കല്യാണമൊന്നും പോലും കഴിഞ്ഞിട്ടില്ലടാ. മറ്റാളെ കണ്ടാൽ തെറ്റിദ്ധരിക്കില്ല. എടി, നീ ഒന്നും പേടിക്കണ്ട, വെറുതെ ഒന്ന് കളിച്ച് ചിരിച്ചാൽ മാത്രം മതി. ശരി എന്ന് കൂട്ടുകാരി പറയുക. അപ്പം കൂട്ടുകാരൻ പറയുന്നുണ്ട്, ശരി, എന്നാൽ നിങ്ങൾ അഭിനയിക്ക്, തകർക്കുക, ഞാൻ ആ പുറത്തുണ്ടാവും എന്ന് പറഞ്ഞ് കൂട്ടുകാരൻ പോകാട്ടോ. അങ്ങനെ പിന്നീട് അലോക ആ പെണ്ണിൻ്റെ തോളിൽ കൈവച്ചിട്ട് എടി പറയടി, എന്തൊക്കെ ഉണ്ടടി, സുഖമാണോടി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കട്ടോ. അപ്പോൾ ഇവർ സംസാരിക്കുന്ന ദൂരം നിൽക്കുന്ന ആര്യനും മീനാക്ഷിയും കേൾക്കുന്നില്ല. പക്ഷേ ഇവിടെ നന്നായിട്ട് അടുത്ത് സംസാരിക്കുന്ന കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്. അപ്പോൾ ആരും പറയുന്നുണ്ട്, മീനാക്ഷിയെടുത്തി അവരുടെ സംസാരവും പ്രവൃത്തിയും ഒന്നും ശരിയല്ല. അവരുടെ സംസാരം കണ്ടിട്ട് അവരെന്തോ സെറ്റപ്പാണെന്ന് തോന്നുന്നു. എടുത്തി, അവളെ നീ പറഞ്ഞത് ശരിയാണ്. അവരുടെ സംസാരം എനിക്കും അങ്ങോട്ട് പിടിക്കുന്നില്ല. പെട്ടെന്ന് തന്നെ അലോക് ബൈക്കിൽ കയറിയാണ്. എടി, വണ്ടിയിൽ കയറി എന്ന് പറഞ്ഞിട്ട് ആ പെണ്ണ് വണ്ടിയിൽ കയറുകട്ടോ. ആ പെണ്ണോട് പറയുന്നുണ്ട്, അവരുടെ മുമ്പിൽ കൂടി ഞാനിപ്പോൾ പാസ് ചെയ്തു പോകും. അവരുടെ മുമ്പിൽ എത്തുമ്പോൾ തന്നെ നീ എന്നെ കെട്ടിപ്പിടിക്കണം, ബൈക്കിൽ കയറുമെന്ന് പറയുമ്പോൾ അപ്പോൾ ശരിയെന്ന് കൂട്ടുകാരിയും പറയുന്നുണ്ട്. അങ്ങനെ ആര്യനും മീനാക്ഷിയും അവിടെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അലോക് ആ പെണ്ണിനെ കൂട്ടിക്കൊണ്ട് ബൈക്കിൽ കയറുക. ശേഷം ആ പെണ്ണിനോട് കെട്ടിപ്പിടിച്ചിരിക്കാൻ പറയുന്നുണ്ട്. ആ പെണ്ണ് കെട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ട്. ശേഷം ഇവരുടെ മുമ്പിൽ കൂടെ തന്നെ ഇവരെ കാണാത്ത പോലെ പാസ് ചെയ്ത് പോകുമ്പോൾ ആരും പറയണ്ട, എടുത്തി ഒരു കാര്യം ചെയ്യാം, വണ്ടി കയറി നമുക്കും അവരുടെ പിറകെ പോകാം, എവിടെ പോകണമെന്ന് നോക്കാം എന്ന് പറഞ്ഞിട്ട് ആര്യനും മീനാക്ഷിയും തൊട്ട് പിന്നാലെ തന്നെ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് ദൂരം കഴിയുമ്പോഴേക്കും ഇവർ 2 പേരും കൂടി ഒരു ഐസ്ക്രീം പാർലറിൻ്റെ മുമ്പിൽ നിർത്താണ്. 2 പേരും അകത്ത് കയറി ഐസ്ക്രീം കഴിക്കുന്നുണ്ട്. ഇതെല്ലാം നോക്കിക്കൊണ്ട് ആര്യനും മീനാക്ഷിയും പുറത്ത് തന്നെ നിൽക്കുന്നുണ്ട്. പിന്നീട് ആ പെണ്ണിൻ്റെ മുഖത്തും കവിളിലും മുടിയിലും ഒക്കെ അലോക് ഇങ്ങനെ കൈവച്ച് ഇങ്ങനെ തടവിക്കൊണ്ടിരിക്കുക കേട്ടോ. അതായത് ലവറിനോട് ഭയങ്കര ട്രൂ ലവ് എന്ന് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ആറ്റിറ്റ്യൂഡ് കാണിക്കുകയാണ്. അലോക് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ആ പെണ്ണ് പറയാം, ഇത് കുറേ നേരം അഭിനയിക്കണം, മതിയായി. ശരിയടി, എന്നാൽ നീ പോയിക്കോ, നാളെ കാണാം
കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് ആ പെണ്ണ് വഴിക്ക് പോവാട്ടോ. ആരെയാണെങ്കിലും ദേഷ്യം വരും. ആ പെണ്ണ് പോയി കഴിയുമ്പോൾ ആര്യൻ വേഗം അലോകിൻ്റെ അടുത്തേക്ക് പോവാൻ, എടാ നീ എൻ്റെ പെങ്ങളെ ചതിക്കുമായിരുന്നില്ലടാ, നിനക്ക് വേറെ പെണ്ണുണ്ടല്ലേ? അതേടാ, ഇവള് മാത്രമല്ല, എനിക്ക് ഒത്തിരി പെണ്ണുങ്ങളുണ്ട്, ഒത്തിരി ലവറുണ്ട്. എടാ, നിൻ്റെ അനിയത്തിനെ വിവാഹം കഴിച്ചു വെച്ചിട്ട് ഞാൻ എൻ്റെ ഈ ബീച്ചിൽ ലൈഫ് എൻജോയ് ചെയ്യാടാ. ബാച്ചിലറായിട്ട് പ്രായമായിട്ടില്ല എനിക്ക്, അതിന് മുമ്പേ ഞാൻ മിങ്കിളായി എന്ന് വെച്ചിട്ട് എനിക്കും എൻജോയ് ചെയ്യാടാ. അതാ പോയപ്പോൾ ഉണ്ടല്ലോ, കോളേജിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ പുറകെ നടന്നതാണ്. വർഷങ്ങൾക്ക് ശേഷം എന്നെ കണ്ടപ്പോൾ അവൾ വീണ്ടും എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഞാനും തിരിച്ചിഷ്ടമാണെന്ന് പറഞ്ഞു. ചതിയാ, നിന്നെ ഞാൻ വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആരും മീനാക്ഷിയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോവാട്ടോ. നേരെ വീട്ടിലേക്കാണ് പോകുന്നത്. ദേവമംഗലത്ത് എത്തിയിട്ട് ആരും ദേഷ്യം അങ്ങോട്ട് സഹിക്കണം, ദേഷ്യത്തിലാട്ടോ. അപ്പോൾ ഗോമതിയും ബാലനും ഒക്കെ ചോദിക്കുന്നുണ്ട്, എന്താ മോനെ, എന്താ കാര്യം ചോദിക്കുമ്പോൾ മീനാക്ഷി നടന്ന സംഭവങ്ങളൊക്കെ പറയാണ്. ഇങ്ങനെ റോട്ടിൽ വെച്ച് അലോകിനെ കണ്ടു, അലോകിൻ്റെ കാമുകിനെ കണ്ട കാര്യവും പറയാണ്. ഇത് കേൾക്കുമ്പോൾ ബാലന് ആകെ ദേഷ്യം വരികയാണ്. ബാലൻ അപ്പം തന്നെ ഗോമതി എൻ്റെ കയ്യിൽ നിന്ന് വിട, എനിക്ക് ഇപ്പം തന്നെ അവനോട് ചോദിക്കണം. വേണ്ട, മതിലിൻ്റെ സൈഡിൽ പോയി നിൽക്കണം, അലോക് ഇങ്ങോട്ട് ഇറങ്ങി വാടാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പോൾ അലോകും മനുവും മുത്തശ്ശിയും രാജശ്രീയും നന്ദിനിയും അച്യുതനും അനന്തനും എല്ലാവരും ധർമ്മനൊക്കെ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. സുകന്യ എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ ബാലൻ പറയണ്ടേടാ, അലോകെ നിനക്ക് വേറെ ഒരു കാമുകയുണ്ട്, മോളെ എന്തിനാടി നീ വിവാഹം കഴിച്ചത്? അവളെ പറഞ്ഞ് പറ്റിക്കുമായിരുന്നല്ലേ, എന്തൊക്കെ പറഞ്ഞ്